The area of a rectangular garden 50 meter long is 300 square meter. Find the width of the garden. 50 meter length ഉള്ള rectangular gardenന്റെ ഏരിയ 300 സ്ക്വയർ മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗാർഡന്റെ വിഡ്ത്ത് കണ്ടുപിടിക്കണം. 50 മീറ്റർ ലെങ്ത് ഉള്ള റെക്ടാങ്കുലർ ഗാർഡന്റെ ഏരിയ 300 സ്ക്വയർ മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഗാർഡന്റെ വിഡ്ത്ത് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. So write the solution. Area of the rectangular garden is 300 square meter. Length of the rectangular garden is 15 meter. So we have to find out the width of the garden. Length into breadth is equal to area. റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ്. ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആ റെക്ടാങ്കുലർ ഗാർഡന്റെ വിഡ്ത്ത് കിട്ടുന്നതായിരിക്കും. Length into breadth is equal to area. So here length 50 meter ആണ്, breadth തന്നിട്ടില്ല, ഏരിയ 300. breadth ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതിനെ അവിടെ തന്നെ നിർത്തുക. 15 meter ആണ് ലെങ്ത്, അതിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താകും, ഡിവിഷൻ ആകും. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താകും, ഡിവിഷൻ ആകും. അപ്പോ 300നെ 50 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 6 മീറ്റർ എന്നാണ്. ഡിവൈഡഡ് ബൈ 50. ഇവിടെ സീറോസ് ക്യാൻസൽ ചെയ്യാം. ദെൻ 5ന്റെ ടേബിളിൽ 30 എത്ര ടൈംസ് ആണ്, 6 ടൈംസ് ആണ്. സോ 6 മീറ്റർ ഈസ് ദി ആൻസർ. വിഡ്ത്ത് ഓഫ് ദി റെക്ടാങ്കുലർ ഗാർഡൻ ഈസ് 6 മീറ്റർ. What is the cost of tiling a rectangular piece of land 500 meter long and 200 meter wide at the rate of rupees 8 per 100 square meter? ഒരു റെക്ടാങ്കുലർ പീസ് ഓഫ് ലാൻഡ് ടൈൽ ചെയ്യണം, അതിന് എത്ര രൂപയാകും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. റെക്ടാങ്കുലർ പീസ് ഓഫ് ലാൻഡ് ടൈൽ ചെയ്യുന്നതിന് എത്ര രൂപ ചെലവ് വരും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ആ റെക്ടാങ്കുലർ പീസ് ഓഫ് ലാൻഡിന്റെ ലെങ്ത് 500 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് 200 മീറ്റർ ആണ്. ലെങ്ത് 500ഉം ബ്രെഡ്ത്ത് 200 മീറ്ററും ആണ്. ഇനി പെർ 100 സ്ക്വയർ മീറ്ററിന് 8 റുപ്പീസ് ആണ് ചെലവ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ റെക്ടാങ്കുലർ പീസ് ഓഫ് ലാൻഡ് ടൈൽ ചെയ്യുന്നതിന് എത്ര രൂപ ആവശ്യമായിട്ട് വരും എന്നതാണ് കണ്ടെത്തേണ്ടത്. So write the solution. Length of the rectangular piece of land. Length is 500 meter and breadth is 200 meter. So write that length of the rectangular piece of land is 500 meter. Breadth of the rectangular piece of land is 200 meter. Then we have to find out the area. Area of the rectangular piece of land. Area of the rectangular piece of land is length into breadth. 500 into 200. We get 5 2s are 10. 1 lakh square meter. Area of the rectangular piece of land is 1 lakh square meter. Cost of tiling 100 square meter. The cost of tiling 100 square meter is rupees 8. 100 സ്ക്വയർ മീറ്റർ ടൈൽ ചെയ്യുന്നതിന് എത്ര രൂപയാണ് ആകുന്നത്, 8 റുപ്പീസ് ആണ് ആവുന്നത്. അപ്പം അത് ഒരു സ്ക്വയർ മീറ്ററിനെ ആണെങ്കിലോ, ഇത് 100 സ്ക്വയർ മീറ്ററിൻ്റെ ആണ് 8 റുപ്പീസ്. അപ്പോൾ ഒരു സ്ക്വയർ മീറ്ററിന് എത്ര രൂപയാകും, 8 ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ rupees 8 upon 100. സോ 8 upon 100 റുപ്പീസ് ആണ് ഒരു സ്ക്വയർ മീറ്ററിന് ചിലവാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 1 lakh സ്ക്വയർ മീറ്ററിന് എത്ര രൂപയാവും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ കോസ്റ്റ് ഓഫ് ടൈലിംഗ് 1 lakh സ്ക്വയർ മീറ്റർ ഈസ് 1 lakh ഇൻറ്റു 8 upon 100. കോസ്റ്റ് ഓഫ് ടൈലിംഗ് 1 lakh സ്ക്വയർ മീറ്റർ ഈസ് 8 upon 100 into 1 lakh. So these two zeros are cancelled. These two zero and these two zeros are cancelled. Then 8 into 1000 is
8,000. സോ 8,000 rupees ആണ് 1 lakh square meter ടൈല് ചെയ്യുന്നതിന് ചെലവാകുന്നത്. എ ടേബിൾ ടോപ്പ് മെഷേഴ്സ് 2 meter by 1 meter 50 centimeter. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ ഇൻ സ്ക്വയർ മീറ്റേഴ്സ്? ഒരു ടേബിൾ ടോപ്പ് മെഷർ ചെയ്യുന്നത് 2 meter by 1 meter 50 centimeter. അതായത് ലെങ്ത് 2 meter ആണ്, ബ്രെഡ്ത്ത് 1 meter 50 centimeter ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ ഇൻ സ്ക്വയർ മീറ്റർ? ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഹിയർ ലെങ്ത് ഓഫ് ദി ടേബിൾ ടോപ്പ് ഈസ് 2 meter ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി ടേബിൾ ടോപ്പ് ഈസ് 1 meter 15 centimeter. 1 meter 15 centimeter കൺവേർട്ടഡ് ഇൻ ടു മീറ്റർ. 1 meter 50 centimeter മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 50 ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. എന്നിട്ട് 2 പ്ലേസ്, ഇവിടെ 100ന് 2 സീറോസ് ആണുള്ളത്, 2 പ്ലേസ് പുറകിലോട്ട് മാറ്റി ഡെസിമൽ പോയിന്റ് ഇടുക. അപ്പോൾ എന്ത് വരും? 0.50 എന്നാണ് വരുന്നത്. അപ്പോൾ 1 + 0.50, 1 ഓൾറെഡി മീറ്ററിലാണ് കിടക്കുന്നത്. ദെൻ 15 ഡെസിമൽ പോയിന്റിന് ശേഷമാണ് വരുന്നത് 0.50, 1.50 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ബ്രെഡ്ത്ത് 1.50 മീറ്റർ ആണ്. ഇനി ഏരിയ ഓഫ് ദി ടേബിൾ ടോപ്പ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 2 × 1.50. 2 × 1.50 എന്ന് പറയുമ്പോൾ 150 × 2 ചെയ്യുക, ഡെസിമൽ പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 300 കിട്ടും. 300ൽ ഇനി ഡെസിമൽ പോയിന്റ് ഇടാം. ഇവിടെ 2 പ്ലേസ് ആണ് ഉള്ളത്. ഡെസിമൽ പ്ലേസസ് എത്രയാണ്? 1, 2. അപ്പോൾ 2 പ്ലേസ് മാറ്റി ഡെസിമൽ പോയിന്റ് വരും 1, 2. അപ്പോൾ ഡെസിമൽ പോയിന്റ് വരുന്നത് ഇവിടെയാണ്, 3.00 എന്ന് വരും. 3.00 square meter, that is 3 square meter. So area of the table top is 3 square meter. A room is 4 meter long and 3 meter 15 centimeter wide. How many square meters of carpet is needed to cover the floor of the room? A room is 4 meter long and 3 meter 15 centimeter wide. 4 meter long. ഒരു റൂമിൻ്റെ ലെങ്ത്ത് 4 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് 3 meter 50 centimeter ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സ്ക്വയർ മീറ്റർ ഓഫ് കാർപ്പറ്റ് ഈസ് നീഡഡ് ടു കവർ ദി ഫ്ലോർ ഓഫ് ദി റൂം? ആ റൂമിൻ്റെ ഫ്ലോർ കവർ ചെയ്യുന്നതിന് എത്ര മീറ്റർ കാർപ്പറ്റ് ആവശ്യമായിട്ട് വരും? അപ്പോൾ ലെങ്ത്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ലെങ്ത്ത് ഈസ് 4 meter ആൻഡ് ബ്രെഡ്ത്ത് ഈസ് 3 meter 50 centimeter. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 meter + 15 centimeter മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 3.50. ഇവിടെ 2 സീറോസ് ഉള്ളത് കൊണ്ട് 2 ഡെസിമൽ പ്ലേസസ് മാറ്റി പോയിന്റ് ഇടണം. അപ്പോൾ ഇവിടെയാണ് ഡെസിമൽ പോയിന്റ് വരിക. അപ്പോൾ 3.50 മീറ്റർ ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് 3.50 മീറ്റർ എന്ന് കിട്ടി. ഇനി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കാണണം. ഏരിയ ഓഫ് ദി റൂം ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 4 × 3.50. ഡെസിമൽ പോയിന്റ് മാറ്റിയ ശേഷം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 1400 എന്നാണ്. ഇനി ഡെസിമൽ പ്ലേസസ് കൗണ്ട് ചെയ്ത് ഡെസിമൽ പോയിന്റ് ഇടുക. ഇവിടെ ഡെസിമൽ പ്ലേസസ് കൗണ്ട് ചെയ്യുക 1, 2. 2 ഡെസിമൽ പ്ലേസസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ ആൻസറിൽ നമ്മൾ ഡെസിമൽ പ്ലേസസ് കൗണ്ട് ചെയ്യുക 1, 2. അപ്പോൾ ഡെസിമൽ പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ആൻസർ 40 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും. 14 square meter of carpet is needed to cover the floor of the room. A floor is 5 meter long and 4 meter wide. A square carpet of sides 3 meter is laid on the floor. Find the area of the floor that is not carpeted. 5 meter length 4 meter breadth ഉള്ള ഒരു ഫ്ലോർ ആണ്. അതിൽ സ്ക്വയർ കാർപ്പറ്റിൻ്റെ സൈഡ് 3 meter ആണ്. സ്ക്വയർ കാർപ്പറ്റിൻ്റെ സൈഡ് 3 meter ആണ്. ഫ്ലോറിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് 5 meter 4 meter. അവിടെ സ്ക്വയർ കാർപ്പറ്റിൻ്റെ സൈഡ്സ് തന്നിട്ടുണ്ട് 3 meter. ആ ഫ്ലോറിൽ സ്ക്വയർ കാർപ്പറ്റാണ് വിരിക്കുന്നത്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ളത് ഒരു റെക്റ്റാങ്കുലർ ഫ്ലോറാണ്. റെക്റ്റാങ്കുലർ ഫ്ലോറിൽ സ്ക്വയർ കാർപ്പറ്റാണ് വിരിക്കുന്നത്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഫ്ലോർ ദാറ്റ് ഈസ് നോട്ട് കാർപ്പറ്റഡ്. അങ്ങനെയാണെങ്കിൽ കാർപ്പറ്റ് ചെയ്യാത്ത ഫ്ലോറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം.
ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലോറിന്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് സ്ക്വയർ കാർപ്പറ്റിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ആദ്യം ഫ്ലോറിന്റെ ഏരിയ കണ്ടുപിടിക്കുക, ദെൻ കാർപ്പറ്റിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കാർപ്പറ്റ് ചെയ്യാത്ത ഫ്ലോറിന്റെ ഏരിയ കിട്ടും. ലെങ്ത് ഓഫ് ദി ഫ്ലോർ ഈസ് 5 meter, breadth of the floor is 4 meter. Then find the area of the floor, length into breadth 5 into 4, 5 4s are 20 square meter. Then area of the square carpet, side is 3 meter. So side into side, square ന്റെ ഏരിയ കണ്ടുപിടിക്കണം എങ്ങനെയാ? സൈഡ് ഇൻറ്റു സൈഡ്. സോ 3 into 3 9 square meter. Then area of the floor that is not carpeted is, ഇനി കാർപ്പറ്റ് ചെയ്യാത്ത ഫ്ലോറിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 20ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്താൽ മതി. ഏരിയ ഓഫ് ദി ഫ്ലോർ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഏരിയ ഓഫ് ദി സ്ക്വയർ കാർപ്പറ്റും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ഫ്ലോറിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ നിന്നും ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. 20 minus 9 we get 11 square meter. 5 square flower beds, each of sides 1 meter, are dug on a piece of land 5 meter long and 4 meter wide. What is the area of the remaining part of land? ഇവിടെ സ്ക്വയർ ഫ്ലവർ ബഡ്സ് ആണ്. 5 സ്ക്വയർ ഫ്ലവർ ബഡ്സ്, അതിന്റെ സൈഡ് തന്നിട്ടുണ്ട് 1 meter ആണ്. 5 ഫ്ലവർ ബഡ്സ് ആണ്, അത് സ്ക്വയർ ഷേപ്പിലുള്ള ഫ്ലവർ ബഡ്സ് ആണ്. അതിന്റെ സൈഡ് 1 meter തന്നിട്ടുണ്ട്. അത് കുഴിച്ചിടുന്നത് എവിടെയാണ്? റെക്ടാങ്കുലർ പീസ് ഓഫ് ലാൻഡിലാണ്. അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ലെങ്ത്ത് 5 meterഉം ബ്രെഡ്ത്ത് 4 meterഉം ആണ്. അപ്പോൾ സ്ക്വയർ ഫ്ലവർ ബഡ്സ് വിരിക്കുന്നത് എവിടെയാണ്? റെക്ടാങ്കുലർ പീസ് ഓഫ് ലാൻഡിലാണ് സ്ക്വയർ ഫ്ലവർ ബഡ്സ് നടുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി റിമൈനിങ് പാർട്ട് ഓഫ് ലാൻഡ്? ബാക്കി വരുന്ന ലാൻഡിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്ലവർ ബഡ്സ് ഇല്ലാതെ ബാക്കി വരുന്ന ലാൻഡിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഏരിയ ഓഫ് ദി സ്ക്വയർ ഫ്ലവർ ബഡ്സ് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് ഏരിയ ഓഫ് ദി റെക്ടാങ്കുലർ പീസ് ഓഫ് ലാൻഡ് കണ്ടുപിടിക്കാം. അതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഏരിയ ഓഫ് ദി റിമൈനിങ് പാർട്ട് ഓഫ് ലാൻഡ് കിട്ടും. 5 സ്ക്വയർ ഫ്ലവർ ബഡ്സ് ആണുള്ളത്. അതിൽ സൈഡ് തന്നിട്ടുണ്ട് 1 meter ആണ്. ഓരോന്നിൻ്റെയും സൈഡ് 1 meter ആണ്. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ ഫ്ലവർ ബഡ്സ് സൈഡ് ഇൻറ്റു സൈഡ് 1 into 1 1 square meter ആണ്. ഇനി 5 സ്ക്വയർ ഫ്ലവർ ബഡ്സിന്റെ ഏരിയ കണ്ടുപിടിക്കണം. സോ 5 into 1 ആണ് വരിക. അപ്പോൾ 5 into 1 5 square meter. ദെൻ റെക്ടാങ്കുലർ പീസ് ഓഫ് ലാൻഡിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ലെങ്ത്ത് തന്നിട്ടുണ്ട് 5 meter, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 4 meter. ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. അപ്പോൾ 5 into 4 20 square meter. ഇനി ഏരിയ ഓഫ് ദി റിമൈനിങ് പാർട്ട് ഓഫ് ലാൻഡ്, ഫ്ലവർ ബഡ്സ് ഇല്ലാതെ വരുന്ന ലാൻഡിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. 20ൽ നിന്നും 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ലാൻഡിന്റെ ഏരിയ കണ്ടുപിടിക്കാം. സോ 20 minus 5 is equal to 15. So area of the remaining part of land is 50 square meter. How many tiles whose length and breadth are 12 cm and 5 cm respectively will be needed to fit in a rectangular region whose length and breadth are respectively 100 cm and 144 cm, second one 70 cm and 36 cm. How many tiles whose length and breadth? ടൈൽസിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. 12 cm ആൻഡ് 5 cm. 12 cm ലെങ്ത്തും 5 cm ബ്രെഡ്ത്തുമുള്ള ടൈൽസ് ആണ് ഉള്ളത്. അത് ഒരു റെക്ടാങ്കുലർ റീജിയനിൽ ഫിറ്റ് ചെയ്യണം. ആ റെക്ടാങ്കുലർ റീജിയന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ 100 cm ആൻഡ് 144 cm ആണ് ഫസ്റ്റ് റെക്ടാങ്കുലർ റീജിയൻ. ഈ റെക്ടാങ്കുലർ റീജിയനിൽ 12 cm ലെങ്ത്തും 5 cm ബ്രെഡ്ത്തും ഉള്ള ടൈൽസ് വിരിക്കണം. അപ്പോൾ അതിന് എത്ര ടൈൽസ് ആണ് വേണ്ടി വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 12 cm ലെങ്ത്തും 5 cm വിഡ്ത്തുമുള്ള എത്ര ടൈൽസ് വേണ്ടി വരും? അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലെങ്ത് ഓഫ് ദി റീജിയൻ
ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി റീജിയൻ എന്താണെന്ന് എഴുതാം. ലെങ്ത് 100 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 144 സെന്റിമീറ്റർ. ഇനി ആ റെക്ടാങ്കുലർ റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. 100 ഇൻറ്റു 144 വിച്ച് ഈസ് 14,400 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഇനി ടൈൽസിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ലെങ്ത് 12 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഏരിയ ഓഫ് ദി ടൈല് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 12 ഇൻറ്റു 5 16 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്പർ ഓഫ് ടൈൽസ് നീഡഡ് ടു ഫിറ്റ് ദി റീജിയൻ. Number of tiles needed to fit in the region is area of the region divided by area of the tile. Area of the region divided by area of a tile. Area of the region is 14,400 and area of tile is 16 square centimeter. So divide ചെയ്യുമ്പോൾ 240 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ 240 എന്ന് കിട്ടും. അപ്പോൾ എത്ര നമ്പർ ഓഫ് ടൈൽസ് ആണ് ആവശ്യമായിട്ട് വരിക? 240 ടൈൽസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ 17 സെന്റിമീറ്ററും 36 സെന്റിമീറ്ററും ആണ് റെക്ടാങ്കുലർ റീജിയന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും. അപ്പോൾ അവിടെ എത്ര ടൈൽസ് വേണ്ടി വരും എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ലെങ്ത് ഓഫ് ദി റീജിയൻ 17 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് ഓഫ് ദി റീജിയൻ 36 സെന്റിമീറ്റർ. സോ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റെക്ടാങ്കുലർ റീജിയൻ 17 ഇൻറ്റു 36, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. So we get 2,520 square centimeter. Then area of the tile already നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏരിയ എന്താണ്? ടൈൽസിന്റെ ഏരിയ 12 ഇൻറ്റു 5 16 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. സോ ഏരിയ ഓഫ് ദി ടൈൽ ഈസ് 16 സ്ക്വയർ സെന്റിമീറ്റർ. Therefore number of tiles needed to fit in the region is area of the region divided by area of a tile. Area of region is 2,520 divided by area of a tile. Area of a tile is 60 square centimeter. So divide the number, we get 42. So 42 number of tiles needed to fit the region.